ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു അമേരിക്കൻ മറ്റ് രാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കാലുപിടിക്കുന്നത്. അതും ട്രംപിനെ കൊണ്ട് സാധിച്ചു. അധികാരത്തിലേറി 24 മണിക്കൂർ കൊണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കുമെന്ന് വീരവാദം മുഴക്കിയ ആളാണ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ്. നിലവിലെ സാഹചര്യം വെച്ച് 24 മണിക്കൂറല്ല 24 മാസമെടുത്താലും ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കിയാണ് ഇരു നേതാക്കളെയും വിളിച്ച് ട്രംപ് നിരന്തരം ചർച്ച ചെയ്യുന്നത്. എന്നാൽ ചർച്ചയിലുടനീളം ട്രംപിന് പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ആദ്യം വാഷിംഗ്ടണിലെ ചർച്ചയ്ക്കിടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ട്രംപിനെ എടുത്തുകൊടുത്തു. ഇപ്പോഴിതാ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പുടിനുമായി ഫോണിൽ സംസാരിച്ചത്. 2 മണിക്കൂറാണ് ഫോണിൽ സംസാരിച്ചിരുന്നത്. എന്നാൽ ഈ ഫോൺ വിളിയുടെ അണിയറക്കഥകളാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിറയുന്നത്. നേരത്തെ വൈറ്റ് ഹൌസുമായി പറഞ്ഞുറപ്പിച്ചിരുന്നതിൽ നിന്നും 1 മണിക്കൂറോളം വൈകിയാണ് പുടിൻ ഫോൺ സംഭാഷണം ആരംഭിച്ചത്. ഈ 1 മണിക്കൂർ വെറുതെ കാത്തു നിൽക്കേണ്ടി വന്നു ട്രംപിനെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ പരിഹാസം. സമയനിഷ്ഠ പാലിക്കുന്നതിൽ പലപ്പോഴും പഴികേട്ടിട്ടുള്ള പുടിൻ പല ലോക നേതാക്കളെയും മണിക്കൂറുകളോളം തന്നെ കാത്തിരുത്തിയ അനുഭവമുള്ള വ്യക്തി കൂടിയാണ്. മോസ്കോയിൽ റഷ്യൻ യൂണിയൻ ഓഫ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് എന്റർപ്രണേഴ്സ് എന്ന സംഘടനയുടെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു പുടിൻ. റഷ്യയിലെ പല പ്രമുഖരും ചടങ്ങിൽ ഉണ്ടായിരുന്നു. ട്രംപുമായി ഫോണിൽ സംസാരിക്കാനായി നിശ്ചയിച്ചിരുന്ന സമയമായപ്പോൾ സംഘടനയുടെ നേതാവായ അലക്സാണ്ടർ ഷോക്കിൻ വാച്ചിൽ നോക്കിയിട്ട് ക്രെംലിൻ വക്താവായ ദിമിത്രി പെസ്കോവ് 6 മണിക്ക് മുമ്പ് ട്രംപുമായി ഫോണിൽ സംസാരിക്കുന്ന കാര്യം അറിയിച്ചിരുന്നതായി പറയുന്നു. എന്നാൽ പുടിനാകട്ടെ അതിന് വലിയ പ്രാധാന്യം നൽകിയതായി സദസ്സിലുള്ളവർക്ക് തോന്നിയില്ല. വൈകുന്നേരം 4-നും 6-നും ഇടയ്ക്കാണ് ചർച്ചയ്ക്കായി സമയം നിശ്ചയിച്ചിരുന്നത്. 4 മണി പിന്നിടുമ്പോഴും പുടിൻ ചടങ്ങിൽ തുടരുകയായിരുന്നു. പെസ്കോവ് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ടതില്ലെന്നും അത് അയാളുടെ ജോലിയുടെ ഭാഗമാണെന്നുമാണ് ട്രംപ് സംഘാടകരോട് പറഞ്ഞത്. എന്നാൽ ചടങ്ങിൽ പങ്കെടുത്ത മുൻ ഉപപ്രധാനമന്ത്രി ഷോക്കിൻ പുടിൻ ഉദ്ദേശിച്ചത് ട്രംപിനെയാണെന്ന് തെറ്റിദ്ധരിച്ചു. എന്നാൽ പുടിൻ താൻ പറഞ്ഞത് ട്രംപിന്റെ കാര്യമല്ല പെസ്കോവിന്റെ കാര്യമാണെന്ന് പിന്നീട് വിശദീകരിച്ചുവെന്നാണ് പറയുന്നത്. ഏതാണ്ട് 5 മണിയോടെയാണ് പുടിനും സംഘവും ക്രെംലിനിലേക്ക് പുറപ്പെട്ടത്. സമ്മേളന വേദിയിൽ നിന്ന് ക്രെംലിനിലെത്താൻ 20 മിനിറ്റ് സമയമാണ് വേണ്ടത്. എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപുമായി എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാൻ പുടിൻ തയ്യാറാണെന്നാണ് റഷ്യൻ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 12-ന് ഇരു നേതാക്കളും തമ്മിൽ 1.5 മണിക്കൂറോളം ചർച്ച നടത്തിയത് കാരണം വ്യക്തമായ ധാരണ ഇവർക്കുണ്ടെന്നാണ് റഷ്യൻ അധികൃതർ പറഞ്ഞത്. കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അംഗീകരിച്ചിരുന്നു. ഏതായാലും പുടിനും ട്രംപും തമ്മിൽ നടത്തിയ 2 മണിക്കൂർ ചർച്ചയിലെ നിർദ്ദേശങ്ങൾ പലതും റഷ്യ അംഗീകരിച്ചുവെന്ന വാർത്തകളും പരക്കുന്നുണ്ട്.